നിരവധി ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഗ്യാസ്ട്രോ ഈസോഫാജൽ റിഫ്ലക്സ് ഡിസീസ്, ഗേർഡ് എന്ന് പറയും. പ്രധാനപ്പെട്ട സിംറ്റംസ് ഉണ്ടാവുക, നെഞ്ചരിച്ചിലുണ്ടാവുക, ബ്ലോട്ടിങ്, ബർപ്പിങ്, അതുപോലെ തന്നെ ഫ്ലാറ്റുലൻസ് ഉണ്ടാവുക, പല ഫുഡിനോടുള്ള ഒരു സെൻസിറ്റിവിറ്റി, പലപ്പോഴും ഉറക്കത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുക, തലവേദനകൾ ഉണ്ടാക്കുക. ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ക്വാളിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഗ്യാസ്ട്രോ ഈസോഫാജൽ റിഫ്ലക്സ് ഡിസീസ്. പലപ്പോഴും ഇത്തരം ആൾക്കാർ അത് കരുതുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ദഹനവ്യൂഹത്തിൻ്റെ പ്രോബ്ലമായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് പലപ്പോഴും ചികിത്സകൾ നടക്കുന്നത് ദഹനവ്യൂഹത്തുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കണം. പക്ഷേ ആലോചിച്ച് നോക്കുക, ഒരു ഡിവൈസ്, അതിനൊരു ഹാർഡ്വെയർ ഉണ്ടാവും, സോഫ്റ്റ്വെയർ ഉണ്ടാവും. ഒന്ന് സോഫ്റ്റ്വെയറിനാണ് ഇഷ്യൂ എന്നുണ്ടെങ്കിൽ ഹാർഡ്വെയറിൽ എത്രമാത്രം നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കിയാൽ അത് കറക്റ്റഡ് ആവില്ല. അതുപോലെ പല സന്ദർഭങ്ങളിലും റിഫ്ലക്സ് ഡിസീസിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ ആമാശയവുമായിട്ട് ബന്ധപ്പെട്ടാവണമെന്നില്ല. എനിക്കറിയാവുന്ന പല ആൾക്കാർക്കും റിഫ്ലക്സ് ഡിസീസ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ തോട്ട് പ്രോസസ്സാണ്. അവർ ചിന്തിക്കുന്ന രീതി, അവർ പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്ന പല വിഷയങ്ങളെ കാണുന്ന രീതി, ഒരുപക്ഷെ പലതിനോടുമുള്ള ഒരു ഒബ്സസീവായിട്ടുള്ള ചില ബിഹേവിയർ ആയിരിക്കാം, അവരുടെ ചില പേഴ്സണാലിറ്റിയിൽ ചില വിഷയങ്ങളായിരിക്കാം, ചിലപ്പോൾ അവർക്ക് അകാരണമായി ഉണ്ടാകുന്ന ഭയമായിരിക്കാം, സ്ട്രെസ്സായിരിക്കാം. അതാണ് വിഷയം എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഹാർഡ്വെയറിനല്ല ട്രീറ്റ്മെൻറ്റ് വേണ്ടത്, സോഫ്റ്റ്വെയർ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദഹനത്തെ സഹായിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് പോലുള്ള പല എൻസൈംസും ഉൽപ്പാദിപ്പിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ സിഗ്നൽസ് വരുന്നത് പലപ്പോഴും നമ്മുടെ ബ്രെയിനിൽ നിന്നാണ്. അതുകൊണ്ട് ബ്രെയിൻ അതർവൈസ് എൻഗേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് അഫക്റ്റഡ് ആവുന്നു. അങ്ങനെയാണ് അത്തരത്തിലൊരു സിറ്റുവേഷനിലോട്ട് ആ വ്യക്തി എത്തിച്ചേരുന്നത്.